നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 4.5 വയസ്സുകാരിയെ അമ്മ പുഴയിലെറിഞ്ഞ് കൊന്നതും ആ കുഞ്ഞു ക്രൂര പീഡനത്തിനിരയായതും അതിന്റെ ഞെട്ടലും ഭയവും വേവലാതിയും ഇതുവരെ വിട്ടുമാറിയിട്ടില്ല നമുക്ക്. അതിന്റെ കൂടെയാണ് ഭയപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഒരു 8 വയസ്സുകാരിയെ പിതാവ് അതിക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ. പിതാവ് മർദ്ദിക്കുമ്പോൾ തല്ലല്ലേ അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞ് വാ വിട്ട് നിലവിളിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. എന്നാൽ ഇത് പ്രാങ്ക് വീഡിയോ ആണെന്ന് പറഞ്ഞുകൊണ്ട് തടി തപ്പാൻ അച്ഛൻ ശ്രമം നടത്തിയിരുന്നു. പോലീസ് ഇയാളെ തൂക്കി അകത്തിട്ടിരുന്നു. ഇതോടെയാണ് ഇത് പ്രാങ്ക് വീഡിയോ ആണെന്നുള്ള വാദങ്ങൾ ഉയർന്നത്. എന്നാൽ ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുമായി ബന്ധുക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് പ്രാങ്ക് വീഡിയോ അല്ലെന്നും ആ കുഞ്ഞുങ്ങളെ ഇയാൾ സ്ഥിരമായി മർദ്ദിക്കാറുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നത്. കുട്ടിയുടെ മാതാവിന്റെ സഹോദരി അനിതയാണ് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഇതോടുകൂടി അച്ഛന്റെ കാര്യത്തിൽ ഏതാണ്ടൊരു തീരുമാനമായിട്ടുണ്ട്. പിതാവ് മാമച്ചൻ മദ്യപിച്ചെത്തി കുട്ടികളെ മർദ്ദിക്കാറുണ്ടെന്നും ഇവർ ജനിച്ചപ്പോൾ തൊട്ടേ മർദ്ദനം പതിവായിരുന്നുവെന്നും അനിത പ്രതികരിച്ചിരിക്കുന്നത്. കണ്ണൂർ ചെറുപുഴ മലാങ്കടവ് സ്വദേശിയായ മാമച്ചൻ മകളെ അതിക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. എന്നാൽ ഇത് പ്രാങ്ക് വീഡിയോയാണെന്ന് കുട്ടികൾ തന്നെയായിരുന്നു പിന്നീട് പോലീസിന് മൊഴി നൽകിയത്. എന്നാൽ ഇത് അച്ഛനെ ഭയന്നിട്ടോ അച്ഛൻ വീണ്ടും ഉപദ്രവിക്കുമോ എന്നുള്ള പേടി കൊണ്ടായിരിക്കാം കുട്ടികൾ അങ്ങനെ പറഞ്ഞത് എന്ന വെളിപ്പെടുത്തലാണ് അനിത നടത്തിയിരിക്കുന്നത്. മാമച്ചനുമായി അകന്നു കഴിയുന്ന ഭാര്യ തിരിച്ചു വരാനായിട്ട് പ്രാങ്ക് വീഡിയോ ചെയ്തത് എന്നായിരുന്നു മൊഴി. എന്നാൽ ഇപ്പോൾ അതെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ഇയാളുടെ സ്ഥിരം സ്വഭാവമാണിത് എന്നുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തേക്ക് വരുന്നു. അനിത മാത്രമല്ല, ഇവരുടെ അടുത്ത താമസക്കാരും ഒക്കെ തന്നെ ഇയാളുടെ സ്വഭാവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. 8 വയസ്സുള്ള കുട്ടിക്കാണ് അതിക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. ഇത് സ്ഥിരമാണ് എന്നുള്ള വെളിപ്പെടുത്തൽ പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഇവരുടെ അമ്മയെയും ഇയാൾ ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്ന്. ഇത് സഹിക്കവയ്യാതെയാണ് ഭാര്യ ഇയാളെ വിട്ടുപോയത് എന്നും അനിത പറയുന്നു. ഓള് വിട്ടുപോയത് കൊണ്ടാണ് പിള്ളേരെ തല്ലിക്കൊണ്ടിരിക്കുന്നത്, പോലീസുകാരോട് അനിത പറഞ്ഞു. കത്തികൊണ്ട് കുട്ടികളെ കൊത്തുന്നത് വാടക വീട്ടിൽ വെച്ചാണെന്ന് അനിത പറഞ്ഞു. 8 വയസ്സുകാരിയായ ആ മകളാണ് സ്ഥിരമായി ക്രൂര മർദ്ദനങ്ങൾക്ക് ഇരയാകാറുള്ളത്. പിതാവ് മാമച്ചൻ മകളെ മർദ്ദിക്കുന്നതിന്റെ വീഡിയോ പുറത്തു വന്നതോടുകൂടി തന്നെയാണ് പോലീസ് കൂടുതൽ നടപടികളിലേക്ക് കടന്നതൊക്കെ. പോലീസ് തൂക്കിയെടുത്തുകൊണ്ട് പോകുമ്പോൾ മുതൽ ഇയാൾ കരച്ചിലായിരുന്നു. ഇത് ഞാൻ മർദ്ദിക്കുന്ന വീഡിയോ അല്ല, ഞാൻ മർദ്ദിച്ചിട്ടില്ല, അത് പ്രാങ്കാണ് എന്ന്. കൂടെ ഉണ്ടായിരുന്ന അനുജനാണ് ദൃശ്യങ്ങൾ പകർത്തിയത് എന്നാണ് വിവരങ്ങൾ. കുട്ടിയെ മർദ്ദിച്ച സംഭവത്തിൽ പിതാവിനെതിരെ പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. വാക്കത്തി കൊണ്ട് കുട്ടിയെ വെട്ടാൻ ഓങ്ങുന്നതും തല്ലല്ലേ എന്ന് നിലവിളിച്ച് കുട്ടി കൈകൂപ്പി നിൽക്കുന്നതും വീഡിയോയിൽ കാണാം. നിന്റെ അമ്മയെ വേണോ എന്നെ വേണോ എന്ന് പിതാവ് ചോദിക്കുമ്പോൾ അച്ഛനെ മതിയെന്നും ഈ കുട്ടി പറയുന്നുണ്ട്. അതായത് കുട്ടികളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയാണ് ഇയാൾ കൂടെ നിർത്തിയിരുന്നത്. ഉപദ്രവിക്കുകയും അവരെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം തന്നെ മദ്യപിച്ചെത്തുമ്പോൾ അതിക്രൂരമായി ആക്രമിക്കുകയും ഒക്കെ മാമച്ചൻ ചെയ്തിട്ടുണ്ടെന്ന്. മറ്റൊരു വീഡിയോയിൽ ആൺകുട്ടി അമ്മയോട് തിരിച്ചു വരാൻ ആവശ്യപ്പെടുന്നതുമുണ്ട്. പേടി തോന്നുന്നതായും അമ്മയോട് വേഗം വരാനുമാണ് ആൺകുട്ടി പറയുന്നത്. കുട്ടികളുടെ അമ്മ ഭർത്താവുമായി വളരെ കാലമായി പിരിഞ്ഞു കഴിയുകയാണ്. പ്രാങ്ക് വീഡിയോയാണെന്ന് മാമച്ചൻ പോലീസിനോട് വെളിപ്പെടുത്തിയെങ്കിലും ഈ വീഡിയോയിൽ കൂടുതൽ സംശയം തോന്നിയതോടെയാണ് പിതാവിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്യുന്നത്. കാരണം ഒരു പ്രാങ്ക് വീഡിയോ ആണെങ്കിൽ, അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ പോലും ഇതിന്റെ ഭാഗമായി അഭിനയിക്കുകയായിരുന്നുവെങ്കിൽ അത്തരത്തിലുള്ള രീതികളൊക്കെ അല്ലേ കുട്ടികളിൽ നിന്ന് ഉണ്ടാകുകയുള്ളൂ. എന്നാൽ ആ വീഡിയോ കണ്ടാൽ തന്നെ വ്യക്തമാകും, ഇയാൾ മർദ്ദിക്കുമ്പോൾ ആ കുട്ടി വളരെ വലിയ രീതിയിൽ പേടിക്കുകയും മർദ്ദിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന കൊണ്ട് ആ കുട്ടി കരയുന്നതുമാണ് ആ വീഡിയോയിൽ ഉള്ളത്. അല്ലാതെ അതൊരു പ്രാങ്ക് ആയിട്ടൊന്നും തോന്നുകയേയില്ല. ഇതുകൊണ്ട് തന്നെയാണ് പോലീസ് അയാളെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വേണ്ടി കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ ഈ വീഡിയോ പുറത്തു വന്നതോടെ മറ്റൊരു പോസ്റ്റ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഫേസ്ബുക്കിൽ. 8 വയസ്സുകാരിയായ പെൺകുട്ടിയെ പിതാവ് ക്രൂര മർദ്ദനത്തിന് ഇരയാക്കുന്ന ദൃശ്യങ്ങൾ വ്ളോഗറായ അഭിലാഷ് കരിച്ചേരി എന്നയാളാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ച് അയാൾ ഒരു കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്നലെ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഒരിക്കലും കണ്ടു നിൽക്കാൻ കഴിയാത്ത 3 വീഡിയോകൾ. അതിൽ മനുഷ്യർക്ക് കാണാൻ കഴിയുന്നത് മാത്രമാണ് പോസ്റ്റ് ചെയ്തത്. മറ്റു 2ഉം കണ്ടു തീർക്കാൻ സാധിക്കില്ല. അത്രയ്ക്കും ക്രൂരമാണ്. ഇതായിരുന്നു അഭിലാഷ് പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്. ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്:
ഇന്നലെ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഒരിക്കലും കണ്ടു നിൽക്കാൻ കഴിയാത്ത 3 വീഡിയോകൾ. അതിൽ മനുഷ്യർക്ക് കാണാൻ കഴിയുന്നത് മാത്രമാണ് പോസ്റ്റ് ചെയ്തത്. മറ്റു രണ്ടും കണ്ടു തീർക്കാൻ സാധിക്കില്ല. അത്രയ്ക്കും ക്രൂരമാണ്. ആ കുട്ടികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? അവർ സുരക്ഷിതരാണോ? ഭക്ഷണം കിട്ടുന്നുണ്ടോ? ആരെങ്കിലും ശാന്തമായി ഒറ്റ ചോദ്യമെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? കുഞ്ഞെ, നീ ഭയന്നോ? ഈ വീഡിയോകൾ എനിക്ക് തന്നത് എൻ്റെ സുഹൃത്തായ അനൂപ്. ഒരേ സമയം മനസാക്ഷിയും കൂട്ടായ്മയുടെ മൂല്യങ്ങളും നിറഞ്ഞ ഒരാൾ. എന്നാൽ ഈ വീഡിയോ പങ്കുവച്ചാൽ ഉണ്ടായേക്കാവുന്ന നിയമപരമായ പ്രശ്നങ്ങളെക്കുറിച്ച് അനൂപിന് ആദ്യത്തിൽ ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞത് ഇത്രയായിരുന്നു: തല പോയാലും പോകട്ടെ അനൂപേ, നമുക്ക് ഈ കുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കാതെ വിശ്രമമില്ല. എല്ലാവർക്കും ഇത് ഒരു ദിവസത്തെ വാർത്തയോ ഫേസ്ബുക്ക് പോസ്റ്റോ അതിന് കിട്ടുന്ന ലൈക്കോ ആയിരിക്കും. എന്നാൽ ആ കുട്ടികൾക്ക് അത് അവരുടെ ജീവിതമാണ്. ഇന്നലെ രാത്രി തന്നെ പറ്റാവുന്ന എല്ലാ അധികാര കേന്ദ്രങ്ങളിലേക്കും ഞാൻ വിവരം കൈമാറി. ചെറുപുഴ സ്റ്റേഷനിലും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരോടും ഇടപെട്ടു. ചിലർ പ്രാങ്ക് വീഡിയോ ആണെന്ന നിലപാടുണ്ടായിരുന്നത് പോലീസിൽ ഇപ്പോഴും ഇത്തരം ആൾക്കാർ ഉണ്ടല്ലോ എന്ന ആശങ്കയുണ്ടാക്കി. ഒരു ഘട്ടത്തിൽ നിസ്സഹായനായി അങ്ങനെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് വീഡിയോ അയച്ചു കൊടുക്കുകയും തുടർന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഇതിന്റെ പേരിൽ ചിലപ്പോൾ ഞാൻ നേരിട്ടേക്കാവുന്ന എല്ലാ പ്രശ്നങ്ങളും ആ കുട്ടികൾക്ക് വേണ്ടി നേരിടാൻ തയ്യാറായി തന്നെയാണ് മുന്നോട്ട് വന്നത്. എന്നാൽ ഒരു നാട് മുഴുവൻ കൂടെ ഉണ്ടായ രാത്രിയായിരുന്നു ഇന്നലെ കടന്നുപോയത്. 3 കുട്ടികളുടെ അച്ഛനായ ഒരാൾ എന്ന നിലയിലല്ല ഞാൻ പ്രതികരിക്കുന്നത്. മനുഷ്യൻ എന്ന നിലയിൽ, ഒരു മനസ്സുള്ള ജീവി എന്ന നിലയിൽ. ഇതുപോലുള്ള അനന്തര വ്യവസ്ഥയിൽ നിന്ന് നമ്മുടെ കുട്ടികളെ രക്ഷപ്പെടുത്തുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇന്ന് ആ കുട്ടികളാണെങ്കിലും നാളെ നമ്മുടെ കുട്ടികളായിരിക്കാം. ആ കുട്ടികൾക്ക് പൂർണ്ണ സംരക്ഷണം നേടിക്കൊടുക്കുന്നതോടൊപ്പം ഇതിൽ കുറ്റക്കാരായ മുഴുവൻ ആൾക്കാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുവരെ ഞങ്ങൾക്ക് ശാന്തിയില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.